അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു മികവാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ആളുകളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരാൾ മാത്രമല്ല, കാഴ്ചപ്പാടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. ഈ സെമി കണ്ടക്ടറിന്റെയൊക്കെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ BPL-വുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം, ബിസിനസ് രംഗത്ത് അദ്ദേഹത്തിന്റെ മികവ് തെളിയിച്ച വ്യക്തി. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. 2004 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. വളരെ സ്വതന്ത്രനായി ആദ്യം വരികയും പിന്നീട് BJP-യുടെ ഭാഗമാവുകയും കേന്ദ്ര സഹമന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ ആ പാടവം രണ്ടാം മോഡി സർക്കാരിൽ അദ്ദേഹം മികച്ച മന്ത്രി എന്ന നിലയിൽ പേരെടുക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഈ പാർലമെന്റ് ജനാധിപത്യ രംഗത്തേക്ക്, തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോഴും അദ്ദേഹം മോശം പ്രകടനമല്ല, മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു നേതാവ് വരുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അത് ഏറ്റവും ശ്രദ്ധേയമാണ്. LDF-നെയും UDF-നെയും നേരിടുക എന്നത് വലിയ വെല്ലുവിളി. സംസ്ഥാനത്ത് സർക്കാരിനോട് പോരാടുക, അതോടൊപ്പം തന്നെ രണ്ട് പ്രതിപക്ഷം എന്ന നിലയിലേക്ക്, അത് UDF-ഉം BJP-യും അല്ലെങ്കിൽ NDA-യും രണ്ട് പ്രതിപക്ഷ ശക്തികളായി നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആര്? ഏറ്റവും ആദ്യം വരുന്നൊരു വെല്ലുവിളി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തിരുവനന്തപുരവും പാലക്കാടും പത്തനംതിട്ട ജില്ലയിലുമൊക്കെയുള്ള അവരുടെ ശക്തി അത് കൂടുതൽ കരുത്തുറ്റതാക്കുക, കൂടുതൽ വാർഡുകളിൽ ജയിക്കുക, കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തമാക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തിന് പുള്ളിയുടെ ചോദിച്ചാൽ ഇപ്പൊ കിട്ടും, തരൂല. BJP-യുടെ സംസ്ഥാന കൗൺസിൽ യോഗം ആരംഭിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഔദ്യോഗികമായി BJP-യുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത്. K. സുരേന്ദ്രന്റെ പിൻഗാമിയായി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP-യെ നയിക്കാനെത്തുകയാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. BJP സംസ്ഥാന കൗൺസിൽ യോഗം ആരംഭിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ പ്രഖ്യാപനങ്ങൾ നടക്കും. മുഖ്യ വാർത്തയിലേക്ക്